ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു 3 അംഗ കമ്മിറ്റി ISL ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ പൊട്ടന്മാർ നിയമിച്ചിട്ടുണ്ട്. ആ 3 അംഗ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കാൻ പറ്റും എന്നാണ് ഇവന്മാർ വിശ്വസിക്കുന്നത്. പക്ഷെ അതിൽ എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളും ലീഗ് ക്ലബ്ബുകളും നൽകിയ പ്രപ്പോസലുകൾ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് അതിനൊരു റീകൺസിഡറേഷന് പോലും നിൽക്കാതെയാണ് തള്ളിയത്. അപ്പം ഈ ക്ലബ്ബുകളുമായിട്ട് കൂടി ആലോചിക്കാതെ ഇവന്മാർ ഒരു 3 അംഗ കമ്മിറ്റിയെ നിയമിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ടും പിന്നെ അതിൻ്റെ ബേസിൽ ലീഗ് നടത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ക്യാഷ് വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ISL ഫ്രാഞ്ചൈസികളും മണ്ടന്മാരാകുമോ? അവന്മാർ പോയി പണി നോക്കാൻ പറയാതിരുന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പണി നോക്കാൻ പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ ലീഗ് ക്ലബ്ബുകളുടെയും ISL ക്ലബ്ബുകളുടെയും കൺസെന്റ് വാങ്ങിക്കാതെ ഒരു 3 അംഗ കമ്മിറ്റിയെ നിയമിച്ച് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താനാണ് ഇപ്പം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ തിരുവണ്ടന്മാരുടെ തീരുമാനം. ആ തീരുമാനത്തിനെ എത്രമാത്രം ലീഗ് ക്ലബ്ബുകളും ISL ക്ലബ്ബുകളും പിന്തുണയ്ക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഞാൻ ഇന്ന് മുതൽ ട്രാൻസ്ഫർമേഷൻ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഒരു ട്രയൽ റണ്ണാണ്. രാവിലത്തെ മീല് തെറ്റിപ്പോയി, പിന്നീടുള്ളതെല്ലാം കറക്റ്റായിട്ടാണ് വന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ഇനിയിപ്പം ഫേസ്ബുക്കിലും എൻ്റെ മറ്റേ ചാനലിലും ഫിറ്റ്നസ് കോണ്ടന്റുകളിടും. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഡെയിലി റുട്ടീൻസ് അപ്ലോഡ് ചെയ്യും.